ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ നൗറിൻ. എൻ്റെ ഈ ചാനലിൽ ഡെയിലി വ്ലോഗ്സും ആർട്ടും ക്രാഫ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഇതിനുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു സ്റ്റേഷനറി ഹോൾ വീഡിയോ ആണ്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഇപ്പോഴാണ് സമയമായത്. അപ്പോൾ ഞാൻ എല്ലാ ടേബിളും അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസും കാര്യങ്ങളും സ്റ്റഫെല്ലാം വാങ്ങി ഞാൻ ഒരു പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റേഷനറി വ്ലോഗ്സ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്, വാങ്ങിയിട്ടുമില്ല അധിക സാധനങ്ങളൊന്നും. പക്ഷെ ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊച്ചിയിലുള്ള ഒരു ഷോപ്പാണ്, പാലാരിവട്ടത്തുള്ള ഷോപ്പാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഷോപ്പാണത്. അപ്പം ഞാൻ ആ ഷോപ്പിൽ പോയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്റ്റേഷനറി ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് ഈ ഒരു നോട്ട് പാഡാണ്, സ്റ്റിക്കി നോട്ട് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കി നോട്ടാണ്. രണ്ടാമത്തെ ആയിട്ട് വരുന്നത് ഒരു താങ്ക് യു സ്റ്റിക്കറാണ്. താങ്ക് യു സ്റ്റിക്കറൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റിക്കറാണ്. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പിന്നെ അടുത്തായിട്ട് കാർഡ് സ്റ്റിക്കേഴ്സാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഇതിനകത്ത് ഒരുപാട് കാർഡ് ഉണ്ടടാ, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ മീഷോയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. പിന്നെ ഉള്ളത് കോഡ്സ് എഴുതിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കറാണ്. ഇതൊക്കെ നമുക്ക് ജേർണലിങ്ങിന് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന സ്റ്റിക്കേഴ്സാണ്. അടുത്തതായിട്ട് വരുന്നത് ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻസ് ഉള്ള ഒരു സ്റ്റിക്കറാണ്. ഇതും ഒരുപാടുണ്ട്. എനിക്ക് സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമുണ്ട്, അതാണ് ഞാൻ ഇത്ര അധികം വാങ്ങിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഈ സ്റ്റിക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മൾ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഞാൻ വാങ്ങിയിട്ടുള്ളത് യെല്ലോ തീമിലാണ്. 20 ഷീറ്റ് എന്തോ ആണുള്ളത്. ഓരോ ഷീറ്റിലും നന്നായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. എല്ലാം പല പല ഇതാണ്, റിപ്പീറ്റഡ് സ്റ്റിക്കേഴ്സ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഉള്ളത് ഈ ഒരു നോട്ട് പാഡാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സ്റ്റിക്കി നോട്ട് തന്നെയാണ്, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് ഈ യൂണിക്കോൺ തീമിൽ വരുന്ന ഒരു പെന്നാണ്. ഒരുപാട് പെന്നിൻ്റെ കളക്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. രണ്ടാമത് വരുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടടാ. ഇത് ഒരുപാട് നല്ലൊരു സംഭവമാണ്. ഇത് 10 കളേഴ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കളർ പെന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ കുഞ്ഞിലെ യൂസ് ചെയ്തതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ഗമ്മാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണെന്നറിയാലോ, നമുക്ക് ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഗമ്മില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഒരു ബ്ലേഡാണ്. ബ്ലേഡ് എന്ന് പറയുമ്പം നമുക്ക് കട്ടിങ്ങിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ബ്ലേഡ്, ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ ഇതും ഒരു സ്റ്റിക്കി നോട്ടാണ്, നമുക്ക് ജേർണലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് വന്നിട്ടുള്ളത് ഫോം ക്ലേ ആണ്. അത് വെച്ചിട്ടുള്ള നമുക്ക് കുറേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇത് ഇറേസറിനും ഗമ്മിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ടേപ്പാണിത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ആവശ്യമില്ലാത്ത ഭാഗം ഇങ്ങനെ ഇറേസ് ആയിരിക്കും. ഇത് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ്. വാട്ടർമെലൺ തീമിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഒരുപാട് വിഷ് ലിസ്റ്റ് ചെയ്ത് ഇട്ടിരുന്ന ഒരു സെറ്റാണ്, ജേർണലിംഗ് സെറ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് ഷോർട്സും ലോങ് വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമുക്കൊരു ട്രേ വാങ്ങിയതാണ്, എനിക്ക് ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. ഇത് പിന്നെ ഒരു പെൻ ആൻഡ് പെൻസിൽ ഹോൾഡറാണ്. പിന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഡയറി ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡയറിയാണ്. ഒരു വിൻറ്റേജ് തീമാണ് ഇതിനകത്തുള്ളത്. വിൻറ്റേജും എസ്തെറ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാട്ടോ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ഞാൻ രണ്ടാമതൊരു ഷോപ്പിൽ നിന്ന്, കാക്കനാട് പോയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. നേരത്തെ കാണിച്ചത് ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനകത്ത് വരുന്നത് ഒരു ഗ്ലാസ് മാർക്കിങ്ങിൻ്റെ പെന്ന് വരുന്നുണ്ട്. ഒരു പെൻസിലാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പെയിൻറ്റിങ് ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാണുന്ന കുറേ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു റൗണ്ട്
ക്യാൻവാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നീളത്തിലുള്ളൊരു ക്യാൻവാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻവാസിന് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ഞാൻ കാലിഗ്രഫി ചെയ്യണതുകൊണ്ട് എനിക്ക് ക്യാൻവാസ് എത്ര കിട്ടിയാലും മതിയാവില്ല. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു ക്യാൻവാസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം 85, 90, 75, 60 ആ ഒരു റേഞ്ചേ ഉള്ളൂ കേട്ടോ അവിടെ റേറ്റ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 5-6 ക്യാൻവാസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു ഷോപ്പാണ് കേട്ടോ. നല്ല റേറ്റ് കുറവൊക്കെ എല്ലാവരും ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്, കാക്കനാടുള്ളതാണ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഡൈക്കറ്റ് സ്മാർട്ടിലും പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണ്. ജാപ്പനീസ് കൊറിയൻ ഷോപ്പിലൊക്കെ കയറിയ പോലെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോവും, അത്ര കളക്ഷൻസാണ്. അപ്പോൾ എല്ലാവരും ഈ 2 ഷോപ്പും വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്കിതൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം. കമൻറ്റ് ബിലോ, എന്തുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ